ഈ നിൽക്കുന്ന തോട്ടത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് കാണാൻ പറ്റും. ഈ ഫിസേരിയത്തിന്റെ ലക്ഷണം കറക്റ്റായിട്ട് കാണാൻ പറ്റും. തട്ടയിലൊക്കെ ഫിസേരിയം നല്ലപോലെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇതെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫിസേരിയത്തിന്റെ ലക്ഷണം. ഒരു പുള്ളിക്കുത്ത് പോലെ വന്നിട്ട് പിന്നെ ഇത് ഒടിഞ്ഞു പോകും. അപ്പൊ ആ തട്ട തന്നെ നമുക്ക് നോക്കിയാൽ ഒരു കരുത്തില്ലാതെ ഒരു 20-25 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ചെടി പെട്ടെന്ന് ഇരുന്നു പോകും. അപ്പോ ഈ ഫിസേരിയത്തെ നമ്മൾ ആദ്യം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് അതിനിപ്പോ മാർക്കറ്റില് ന്യൂ ജെൻ ആയിട്ടുള്ള ധാരാളം ഫംഗിസൈഡ് ലഭ്യമാണ്. അപ്പൊ അതിപ്പോ അസാക്സോട്രോപ്സിൻ പ്ലസ് ഡുബോക്കോണസോൾ കോമ്പിനേഷനിലുള്ള ഫംഗിസൈഡ് അത് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒരു 100 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഈ പറയുന്ന കോണസോൾ കോമ്പിനേഷനിലുള്ള ഏത് ഫംഗിസൈഡ് ആയാലും അത് 100 ml മതി. ലിക്വിഡ് ആയിട്ടുള്ളത്, പൗഡർ ആയിട്ടുള്ളത് 200 ഗ്രാം ചേർത്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടീസിങ് എന്ന് പറഞ്ഞിട്ട് നല്ല റിസൾട്ടാണ്. അത് കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു ചെടി തന്നെ ഒരു 10-15 ദിവസം കഴിയും തന്നെ നല്ലപോലെ ഗ്രീൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ സാഫിന്റെ ഒരു അഡ്വാൻസ് മാളിക്യൂൾസ് ആണ് സാഫ്ലൈസർ. അപ്പൊ അത് നല്ല റിസൾട്ടാണ്. അപ്പൊ അങ്ങനെ ന്യൂ ജെൻ പല കമ്പനീസും പല രീതിയിൽ ഇപ്പൊ അവര് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ ഡുബോക്കോണസോൾ പ്ലസ് ഡൈഫൻ കോണസോളില് അവൈലബിൾ ആണ്. ഇതെല്ലാം കോണസോൾ ഇനത്തിലെ പെട്ടതാണ്. അപ്പൊ ഈ നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർബൺഡിസം മാംഗസ് ഇപ്പൊ കാട്ടിലും കുറച്ചും കൂടി ഇത് അഡ്വാൻസ് മാളികളാണ്. അപ്പോ പെട്ടെന്ന് നമുക്ക് ആ ഫിസേരിയത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പുള്ളിക്കുത്ത് വന്നു അതിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തട്ടയിലുള്ള ആ തട്ട പോയ ശേഷം പുതിയ വരുന്ന ചിമ്പുകളിലെ തട്ടകളില് ഇത് ഉണ്ടാകാതിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 25-30 ദിവസം മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇതിനുള്ള റിസൾട്ട് കിട്ടും.